അപ്പൊ ഇന്ന് ഞാൻ എത്തിക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പൊള്ളിക്കണേ ചിലപ്പോൾ അതിന്റെ അടിയിൽ കൂടെ കുക്കറിന്റെ വിസിലൊക്കെ ഉണ്ട്. കാരണം ഞാൻ അടുക്കളയിലെ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഞാൻ മീൻ ഏതാന്ന് കണ്ടിട്ട് അപ്പൊ നമുക്ക് ഈ വീഡിയോയിലൂടെ മീൻ ഏതാന്ന് കണ്ടറിയുകയും ചെയ്യുക, എങ്ങനെയാണ് പൊള്ളിക്കണ ആ ഒരു മസാല കൂട്ടുകളും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് എങ്ങനെയായാലും കണ്ടറിയാം. പിന്നെ കുറച്ച് ആൾക്കാർ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നുണ്ട്, അവരൊന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. കാരണം എന്ന് വെച്ചാൽ ഇതാണ് ഈ തലക്ക് നിൽക്കുന്ന മിച്ചിരി, അത്തലക്ക് നിൽക്കുന്നത് ഫുട്ബോളിന്റെ ഒരു പ്രാന്തനാന്ന് പറയാം. അനക്കൊന്നും പറയണ്ട. അപ്പൊ ഓൾക്ക് അറിയില്ല. നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ മീനൊന്ന് പൊള്ളിച്ചെടുത്താലോ എന്ന് വിചാരിച്ചു. അത് വെറൈറ്റി ആയിട്ടുള്ള പൊള്ളിക്കലാണ്. അപ്പം മീൻ നേരാക്കണ, അതായത് ക്ലീനിങ്ങുള്ള ഒരു പുറപ്പാടിലാണ്. കട്ട് ചെയ്തിട്ട് എൻ്റെ ഉള്ളിലത്തെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കാനുള്ള ഒരു പുറപ്പാടും കാര്യങ്ങളിലാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുള്ള പ്രവൃത്തികളും കാര്യങ്ങളാണ് അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കത്തിയായിട്ടും കത്രികയായിട്ട് രണ്ടും കൂടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ നടക്കുന്നത്. ഒരുപാട് ടൈം എടുത്തെന്ന് പറയാം ക്ലീനിങ്ങിനായിട്ട്. കുറച്ച് വലിയ മീനാണേനും ക്ലീൻ ചെയ്യാൻ അറിയുന്നവർക്ക് പെട്ടെന്ന് ഫാസ്റ്റാക്കി ചെയ്യാൻ, അറിയാത്തവർക്ക് കുറച്ച് ടൈമൊക്കെ എടുക്കും. ഏകദേശം നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കൊടുത്ത് ഒഴിവാക്കി ഇനി നല്ലൊന്ന് വെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് എൻ്റെ ചോര ഇതൊക്കെ ഒന്ന് കല്യാണം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടിക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പം മീന് മസാല തേക്കാനുള്ള എന്താണ് നമ്മൾ പുറപ്പാടിലാണ്. ഇപ്പം ആദ്യം നമ്മൾ മുളകും പൊടി എടുത്തേക്കണ്. മുളകും പൊടി എരിവുള്ളവർക്ക് തോനെടുക്കുക, എരിവ് അധികം ഇഷ്ടപ്പെടാത്തവർക്ക് കുറച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടേക്കണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ മസാല, നമ്മളൊരു കമ്പനീൻ്റെ മീൻ മസാലയാണ് എടുത്തേക്കുന്നത്. അതാണ് നേരെ പാത്രത്തിലേക്ക് ഇടാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇതിന് അളവും കാര്യമൊന്നുമില്ല, അതായത് കൈയളവാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് പുളിക്കായിട്ട് വിനാഗിരി, സുർക്കായ എന്ന് പറയും, ആ സാധനമാണ് നമ്മൾ ഇട്ടിച്ചിട്ട് മസാല തയ്യാറാക്കാൻ പോകുന്നത്. നല്ലോണം ഇട്ടിച്ചിട്ട് നല്ലോണം മസാല തയ്യാറാക്കി ഇങ്ങനെ കുറച്ചൊരു കൊയമ്പ് രൂപത്തിൽ ഏകദേശം ആക്കണം. ഇപ്പം ഏകദേശം ടൈറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ലേശം കൂടി സുർക്ക വെച്ചിട്ടൊന്ന് ടൈറ്റാക്കി നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് മീനുമ വാരി പൊത്തിയത്. മീനിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ വാരി പൊത്തിയൊന്നും നോക്കിയില്ല. മീനാണ്ട് കുളിപ്പിച്ച് കെടുത്തിയെന്നറിയാം. പിന്നെ ബാക്കിയൊക്കെ പാത്രത്തിലിട്ടിട്ട് ഇതായത്തെ മസാല കൂടി ഒന്ന് തുടച്ചെടുക്കാന്നുള്ള രൂപത്തിലാണ് നമ്മൾ ചെയ്തത്. പക്ഷെ മൊത്തം മസാല പോന്നിയിലായിരുന്നു. പക്ഷെ മീനുമക്കുള്ള മസാല ഏകദേശം അയക്കണേ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കും മസാല ഒക്കെ തേച്ചിക്കണം. ഉള്ളൊക്കെ നന്നായിട്ട് തേച്ചിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ മീന് ഏകദേശം കറിവേപ്പിലിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കറിവേപ്പിലിൻ്റെ ഒരു ചെറിയ ഇല്ലി അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം തിരികെ വെച്ചിരിക്കും. നല്ല ഫില്ലാകാൻ വേണ്ടിയിട്ടുള്ളൊരു രൂപത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം മൂടി വെക്കണം. ഒരു 10-15 മിനിറ്റ് മസാല ഒക്കെ ഒന്ന് കുടിച്ചാൻ വേണ്ടിയിട്ട് നല്ലോണം മൂടി വെക്കണം. അത് കഴിഞ്ഞിട്ട് പൊള്ളിച്ചുള്ള
മസാലക്കും വേണ്ടിയുള്ള സംഭവങ്ങൾ. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇതൊരു വെറൈറ്റി പൊള്ളിച്ചലാണ്. വെറൈറ്റി എന്ന് പറയാനുള്ള കാരണം എന്താ, നമ്മൾ പൊരിച്ചിട്ടാണ് പൊള്ളിക്കുന്നത്. പൊരിച്ചാദ്യം പൊള്ളിക്കലുണ്ട്, പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പൊരിച്ചിട്ടാണ് പൊള്ളിക്കുന്നത്. നമ്മൾ പൊരിച്ചെടുത്തപ്പോക്കിന് ഏകദേശം മീൻ അടിയിലൊക്കെ പിടിച്ചൊരു വിധമായിരിക്കണം. അപ്പം മീൻ പൊരിച്ച് കണ്ടാത്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ചെറുതായിട്ട് അതിൻ്റെ ഒരു പീസൊക്കെ തൊലിയൊക്കെ പോയിട്ട് ഒരു ഭാഗത്ത് പറ്റിയിരിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടുത്ത പൊള്ളിക്കാനുള്ള മസാല തയ്യാറാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിക്കണ വെളിച്ചെണ്ണ പറഞ്ഞാൽ ആദ്യം മീൻ പൊരിച്ചതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ആ വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ചും കൂടി ഒഴിച്ചുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ എടുത്തത്. അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളിയാണ് ഇടാൻ പോകുന്നത്. ഉള്ളി ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോൾ, അതായത് വേവൊക്കെ ഒന്നായി വരുമ്പോഴാണ് നമ്മൾ ബാക്കി തക്കാളി കാര്യങ്ങളൊക്കെ ഇടാൻ പോകുന്നത്. ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ളി വാടും. ഉള്ളി നല്ലോണം വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിൻ്റെ ചതച്ചതും വെളുത്തുള്ളി ചതച്ചതുമാണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തക്കാളിയാണ് അതിലേക്ക് ചാടിക്കാൻ പോകുന്നത്. തക്കാളി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. തക്കാളിയൊക്കെ നല്ല അലിഞ്ഞ് ചേരണം, അതിൽ അത്രത്തോളം മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിലേക്ക് തന്നെ നേരത്തെ മീനിലേക്ക് മസാല തേച്ചില്ല, അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കണം. പിന്നെ ചെറുതായിട്ട് ഇതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഒന്നിടുന്നുണ്ട്. കറിവേപ്പിൻ്റെ അപ്പോൾ ഏകദേശം മസാല റെഡിയായി വന്നപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് വാഴൻ്റെ ഒന്ന് വാട്ടിയെടുക്കണം. മീൻ പൊള്ളിച്ചാൽ നിൽക്കില്ല, അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചെയ്യുന്ന പരിപാടിയാണ്. വാഴൻ്റെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. അല്ലെ വാഴൻ്റെ മടക്കാൻ നേരത്ത് പൊട്ടുമൊക്കെ ചെയ്യും. വാട്ടിയെടുത്താൽ അങ്ങനത്തെ സംഭവം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. വാട്ടി കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾമ കൊണ്ടുപോയിട്ട് ഇല നീളത്തിലാണ്ട് വെച്ചിട്ട് മസാല ഒരു ബെഡ് രൂപത്തിൽ തയ്യാറാക്കുക. ബെഡ് രൂപത്തിൽ തയ്യാറാക്കിയിട്ട് നമ്മൾ പൊരിച്ചു വെച്ച മീനില്ലേ, അതൊന്ന് അതിൻ്റെ മേലിലേക്ക് കണ്ടു വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള മസാല ഉണ്ടാവും, ആ ബാക്കിയുള്ള മസാല അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിലൊന്ന് പിടിപ്പിക്കുക. നല്ലോണം കൈയിട്ട് റെഡിയാക്കിയത് പിടിപ്പിച്ചെടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം മീൻ ചുരുട്ടി കെട്ടാനയക്കണ്. അപ്പോൾ അതിൻ്റെ പുറപ്പാടിലാണ്. അപ്പോൾ മീൻ ചുരുട്ടി കെട്ടാനായിട്ട് ഞങ്ങൾക്ക് വേറൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു നൂലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചൂടാൻ വേണ്ടി അല്ല നമ്മളെ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചൂടുക എന്നാണ് വായിൽ കയറി വരുന്നത്. അപ്പോൾ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. പക്ഷേ ചില വേവത്ത് കാരണം അവിടെ ഇവിടെ ഒക്കെ തുറിച്ചിക്കണമൊക്കെ ഉണ്ട്. കാരണം അത് ചിലപ്പോൾ വീഡിയോസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പാന് ഗ്യാസും വെച്ച് അപ്പോൾ നേരെ പൊള്ളിക്കാനുള്ള മീൻ അതിലേക്കണ്ട് വെച്ചിട്ട് ഒരു ഏതായാലും കുറച്ച് കുക്കായിക്കണമല്ല, ഏകദേശം ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കുക്കാവേണ്ട താമസമുള്ളൂ. ഏകദേശം 5-10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ പൊള്ളിച്ച മീൻ എന്തായാലും റെഡിയാവും. മീൻ പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. നമ്മളിതാ എൻ്റെ ടേബിൾ ഇങ്ങനെ കൊടുന്ന് വെച്ചിങ്ങനെ ഞാൻ ഇങ്ങനെ പൊതി തുറക്കാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. പൊതി തുറന്നിട്ട് നമുക്ക് രുചിയുണ്ടോ ഇല്ലെന്നൊക്കെ നോക്കണം. പൊള്ളിച്ച മീനിൻ്റെ ഉദ്ഘാടനം എന്ന് വരുമ്പോൾ അമ്മായും അമ്മാവനാണ്
പൊള്ളിച്ച മീന് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഏകദേശം പൊളിച്ചിങ്ങനെ വരുന്നുണ്ട്. എന്താ കാണാൻ ലുക്ക്. എനിക്ക് കുറച്ച് ചോറും ചപ്പാത്തി കണ്ട എന്തായാലും ഉസാറാവും. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അടുത്ത നല്ല വീഡിയോ കാണാം. ബൈ.